ഹായ് ഫ്രണ്ട്സ്, അജിന്തി പ്രിസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഏട്ടന് രാവിലെ തന്നെ പാലക്കാട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നത് കൊണ്ട് ഇന്ന് എനിക്ക് റെസ്റ്റാണ് കിച്ചണിൽ രാവിലെ. അപ്പോൾ ഞാൻ ഏട്ടൻ പോയ ഉടനെ തന്നെ ഏട്ടൻ അതിരാവിലെ പോയിട്ടോ. അപ്പോൾ ഒരു 6:30 7 മണി ആയപ്പോൾ ഞാൻ പുറത്തിറങ്ങി ഒന്ന് മുറ്റടിച്ച് കളയാം, എനിക്കൊന്ന് തൂത്ത് കളയാം എന്നൊക്കെ വിചാരിച്ചിട്ട് മുറ്റടിക്കുകയാണ്. എൻ്റെ പൊന്നോ, കുറേ നാളായി ഞാൻ ഈ റോഡൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് തന്നെ ഒത്തിരി ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു. എന്തിനോ വേണ്ടിയിട്ടാണ് ഈ മുളകൾ ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെയാണ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. അതൊക്കെ അടിച്ചു വാരി കഴിഞ്ഞ് ഒരു 5 സെക്കൻഡ്സ് ഒന്ന് നോക്കുമ്പോൾ അടിപൊളിയായിരിക്കും. ഇപ്പോൾ ദാ ഞാൻ വീണ്ടും ഈ വോയിസ് ഓവർ കൊടുക്കണ നേരത്തൊന്ന് പോയി നോക്കി, അപ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ കരടൊക്കെ വന്നിങ്ങനെ കിടക്കുക. ഭയങ്കര രസമാണ്. പക്ഷെ ഇങ്ങനെ അടിച്ചു വരാമെന്ന് പറഞ്ഞ എൻ്റെ പൊന്നോ, ഒന്നുകൊണ്ട് വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അടിച്ചു വരാതിരിക്കും എന്നുള്ള ഒരു റീസൺ, എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് നോക്കിയപ്പോൾ വേണ്ട, കൈക്കും കാലിനൊക്കെ ഒരു എക്സസൈസ് അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങോട്ട് ഈ കോല് വെച്ച് അങ്ങ് അടിച്ചു വരാമെന്ന് വിചാരിച്ചു. ഈ കോല് വെച്ചിട്ട് അടിച്ചു വരാൻ എനിക്ക് പറ്റുന്നത് കൊണ്ടാണ് കേട്ടോ മുറ്റടിക്കലൊക്കെ നടക്കുന്നത് തന്നെ. എനിക്ക് തണ്ടൽ പെയിൻ നന്നായിട്ടുള്ളതാണ്. തണ്ടൽ വേദന എനിക്ക് ഭയങ്കരമാണ്. എനിക്ക് അപ്പോൾ അസഹനീയമായ തണ്ടൽ വേദനയാണ്. അപ്പോൾ പണ്ട് നമ്മുടെ ഈർക്കിളി ചൂലുകൊണ്ടായിരുന്നു ഞാൻ മുറ്റടിച്ചിരുന്നത് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത്. അപ്പോൾ എൻ്റെ കൈപ്പത്തിയുടെ അത്ര നീളമുള്ള, അതിനേക്കാളും കുറച്ചുകൂടെ നീളമുണ്ട്, അതുപോലത്തെ ഒരു കുറ്റിച്ചൂലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ ഫുള്ള് മുറ്റടിച്ച് വൃത്തിയാക്കി വെക്കും, അതേപോലെ അടിച്ചു വാരി തുടച്ച് വെക്കും. അതൊക്കെ എന്നുവെച്ചാൽ രാവിലെ 5 മണിക്ക് കല്യാണം കഴിഞ്ഞാൽ പറയാറുണ്ടല്ലോ, കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ ഞാൻ കിച്ചണിൽ കയറിയതാട്ടോ. പിറ്റേ ദിവസം അത്ര ഒരു സെർവൻ്റ് ഉണ്ടായിരുന്നു. ആ സെർവൻ്റ് ഭയങ്കര എൻ്റെ അമ്മായിമ്മ പോര് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അതിനേക്കാൾ മോശമായിട്ടായിരുന്നു സെർവൻ്റ് എന്നല്ല, ഒടുക്കം ഓടിപ്പിച്ചു എന്ന് പറയുന്നത് തന്നെയായിരിക്കും ശരി. എല്ലാവരും സെർവൻറ്റിൻ്റെ കൂടെ സൈലൻ്റായി നിന്ന് സെർവൻറ്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കലായിരുന്നു എൻ്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞു കൊണ്ടുവന്നപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ ബന്ധുമിത്രാദികൾ, ഈ വീട്ടിലുണ്ടായിരുന്നവർ കേട്ടോ, എൻ്റെ ഹസ്ബൻഡ് ഒഴികെ. അപ്പോൾ അങ്ങനെ അത് പോയതിന് ശേഷം ഞാനിവിടെ കുറേ 2-3 പ്രാവശ്യമൊക്കെ അബോർഷനൊക്കെ നടന്നല്ലോ. ആ സമയത്തൊക്കെ മുറ്റടിച്ച് വരാനൊക്കെ ആളെയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇടയ്ക്ക് നിലയ്ക്കൊക്കെ ആൾ വന്ന് പോവും, ആൾക്ക് പൈസയ്ക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം. പിന്നെ നല്ല പൈസ കൊടുക്കണം. ഒരു ദിവസം 500-600 രൂപയാണ് ഇവിടെ പണിക്ക് വരുന്ന, അത് നമുക്ക് വീട്ടിൽ സഹായത്തിന് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ തന്നെ കൊടുക്കേണ്ടത്. അപ്പം ഞാൻ വിചാരിക്കും ഈ 500-600 രൂപയൊക്കെ നമ്മൾ അത്യാവശ്യം വല്ലപ്പോഴൊക്കെ ഒന്ന് അടിച്ചു വാരിയാൽ മതിയല്ലോ. ഇപ്പം നമ്മളിവിടെ അടിച്ചു വാരി വൃത്തിയാക്കി നീറ്റാക്കി വെച്ചിട്ട് ആരും ബോധിപ്പിക്കാനൊന്നും ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ അടിച്ചു വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ അവർ നമുക്ക് എന്തെങ്കിലും പണിയുണ്ടോ എന്ന് ചോദിച്ചു വരുന്ന ദിവസം ഞാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാറുമുണ്ട്. അപ്പോൾ അവർക്കും അതൊരു സഹായമാകുമല്ലോ, അത്ര തന്നെ. അല്ലാതെ പിന്നെ ആദ്യമൊക്കെ വെറുതെ പൈസയൊക്കെ വന്ന് ചോദിക്കാറുണ്ട്, 200 രൂപ 100 രൂപ 300 രൂപ മരുന്ന് മേടിക്കണം, അത് മേടിക്കണം. അപ്പം പിന്നെ ഞാൻ പറയാറുണ്ട്, നമുക്ക് സഹായിച്ച് തന്നാൽ പൈസ തരാം, അല്ലാതെ നമുക്ക് വെറുതെ പൈസ കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. കാരണം ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ട് വേണമല്ലോ എനിക്കും കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് നിസ്സാരമല്ലേ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. കണ്ടോ ആ കാറ്റ് വീശുന്നത് കണ്ടോ, നല്ല രസമായിരുന്നു. ഈ സ്പീഡിൽ എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എത്രയോ സമയം നിന്നിട്ടാണ് ഞാനിതൊക്കെ അടിച്ചു വൃത്തിയാക്കിയത്. ഞാൻ ഈ 6:30 കഴിഞ്ഞപ്പോൾ ഇറങ്ങിയിട്ട് ഞാൻ കയറി വന്നത് 9 മണിക്കാണ് കേട്ടോ. ഫുൾ അടിച്ചു വാരി വൃത്തിയാക്കിയതിന് ശേഷം എല്ലാവരുടെയും വൃത്തിയാക്കിയതിന് ശേഷം കയറി വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ ചേമ്പ് കുഴിച്ചിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ടു. പിന്നെ ഇവിടെ അതിന് ശേഷം ഞാൻ വന്നപ്പോൾ ഇവിടെ നിറച്ച് മണ്ണിങ്ങനെ വെച്ചിരിക്കുക, പോയിക്കൊണ്ടിരിക്കുക. അവിടെ മണ്ണിങ്ങനെ ഇവിടെ അധികം എപ്പോഴും ഇതിലെയാണ് വെള്ളമൊക്കെ കുത്തിയൊലിച്ച് പോവുക. അപ്പം ഞാൻ അവിടേക്കൊന്ന് ആ പൊടിയൊക്കെ ഒന്ന് തട്ടി കളയാമെന്നൊക്കെ വിചാരിച്ച് അവിടെ ഒന്ന് വൃത്തിയാക്കി വെച്ചു.
വെള്ളം കുപ്പിയും ഫോണും താക്കോലൊക്കെ എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും പുറത്തിറങ്ങിയാൽ. ഞാൻ അത് കഴിഞ്ഞ് വന്ന് പിന്നെ ചെടികളങ്ങ് നനച്ചു. ചേട്ടൻ്റെ ഡ്യൂട്ടിയാണ് ചെടികൾ നനയ്ക്കുക. അപ്പം ഇന്ന് ഏട്ടൻ നേരത്തെ പോയ കാരണം ഞാൻ തന്നെ എല്ലാവരുടെയും നനച്ചു കൊടുത്തു. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും 8-9 മണി ആകുമ്പോഴേക്കും ഇതാ ഒന്ന് വാടി തുടങ്ങി, അത്രയും ഡ്രൈ ആയി തുടങ്ങി. നമ്മളിപ്പോൾ ഈ ഫെബ്രുവരിയിൽ ഇങ്ങനെയാണെങ്കിൽ ഇനി വേനൽക്കാലം എന്തായിരിക്കൂലേ നമ്മുടെയൊക്കെ അവസ്ഥ. ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. 2 ദോശ അച്ചാറൊക്കെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിക്കും. ഇന്നലത്തെ കറിയുണ്ട്, അത് എടുക്കണില്ല. എനിക്ക് കറിയും കയറിയൊന്നും ആവശ്യമില്ല. ഞാൻ ഒരു ദോശ ഉണ്ടാക്കി അങ്ങനെ കഴിക്കാമെന്ന് വിചാരിക്കാം. ഒത്തിരി 2 ദോശ ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് സെറ്റായി. ഇതവിടെ ഇരിക്കട്ടെ. നല്ല വിശപ്പായി. ഞാൻ എന്താ പറയുക, മുട്ടടിച്ച് കഴിഞ്ഞു. ഇനി എൻ്റെ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. എഡിറ്റിംഗ് അല്ല, വീഡിയോ അപ്ലോഡിങ്. ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്ന ദിവസത്തെ. അപ്പോൾ അത് അപ്ലോഡ് ചെയ്തൊക്കെ വെച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് വേണം. പിന്നെ എനിക്ക് ഓരോരോ പണികൾ. ഇന്ന് ഉച്ചയ്ക്ക് ചോറൊന്നും വെക്കാനോ ഉദ്ദേശിക്കണില്ല. ഞാൻ വല്ല സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ കാണാം. ചിക്കൻ സാലഡ് എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ നമുക്ക് ഞാൻ കാണിക്കാം. കുളിച്ചിട്ടൊന്നുമില്ല, തലേപ്പ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. പോയതിന് ശേഷം ഈ പരിപാടികൾ. അപ്പോൾ വേഗം ഒന്ന് കുളിക്കാനൊന്നും നിൽക്കാൻ വയ്യഞ്ഞി. നല്ല പണിയെടുത്തുണ്ട്. ഫുള്ള് 15 സെൻറ്റ് സ്ഥലമുണ്ട്. ആ 15 സെൻറ്റ് സ്ഥലവും ഞാൻ അടിച്ചു വാരി. അത്രയും വേനൽക്കാലത്ത് കാറ്റുകാലത്തൊക്കെയാണ് നമുക്ക് ഈ മരങ്ങൾ നിൽക്കുമ്പോൾ തണലാണ് ഈ വേനൽക്കാലത്തൊക്കെ. പക്ഷെ ഒത്തിരി പണിയുണ്ട്. അപ്പൊ നമുക്ക് വല്ലപ്പോഴും നമ്മൾ അടിച്ചു വരാൻ വെച്ചാൽ 3 ദിവസം കൂടുമ്പോഴും 2 ദിവസം കൂടുമ്പോഴാണ് ഞാൻ അടിച്ചു വരുള്ളൂ. ഡെയിലി ഒന്നും അടിച്ചു വരില്ല. ഡെയിലി അടിച്ചു വരാണെങ്കിൽ എൻ്റെ കുണ്ടി പോവും, എൻ്റെ പരിപാടി ചെയ്യും. അതുകൊണ്ടാ അങ്ങനെ ദോശയായി വരണം. ഇനി അടുത്തത് വരണം കൂടി മതി. എനിക്ക് ദോശ പിടിക്കുന്നു. എന്നിട്ട് ഇത്തിരി ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പം ഇനി ഞാൻ കഴിക്കട്ടെ കേട്ടാ. ആരോ വിളിക്കുന്നുണ്ട്, ഒരു മിനിറ്റ് വരുന്നുണ്ട്. അപ്പം ഞാനത് എന്താ വെജിറ്റബിൾ ഈ വണ്ടിയിൽ നിങ്ങൾ കൃഷി ചെയ്യണതാണോ? എന്നിട്ട് ഇങ്ങനെ വിൽക്കാനായിട്ട് ഇങ്ങനെ നടക്കും. അതെല്ലേ, വേണ്ട. അല്ല, ഞാൻ അവിടെ ഷൂട്ടിംഗ് ആയിരുന്നു, ആ സമയത്താണ് വന്നത്. ശരി. എനിക്ക് അയാളെ പരിചയമില്ല. അയാള് വെണ്ടക്കായും വഴുതിനിയും വേണോന്ന് ചോദിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് കൂളിംഗ് ബെൽ അടിച്ചു. അപ്പോൾ ഞാൻ ആ സമയത്ത് ഇവിടെ ആരും വന്നിട്ടുണ്ടല്ലോ, ഹലോ ഹലോ എന്നൊക്കെ പറയണ കേട്ടു. അപ്പം എനിക്ക് മനസ്സിലായി, അയ്യോ ആരാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അയാൾ പറഞ്ഞു ആരാ എന്താ ഞാൻ ചോദിച്ചു. അപ്പോൾ അയാൾ ഇങ്ങനെ കയറി വരും വീണ്ടും വണ്ടി. വെണ്ടക്കായ വേണോന്ന് ചോദിക്കാനാണ്. വെണ്ടക്കായും വഴുതിനിയും എന്തിനാണിത് എന്നൊക്കെ ചോദിച്ചു. അപ്പം അയാൾ പറഞ്ഞു നിങ്ങൾ എന്താ വീഡിയോ എടുക്കുകയാണോ? അതെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടാനാ? അതെ എന്ന് പറഞ്ഞു. നല്ല ഫേമസ് ആക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ കൂടുതലാണ്. അജിന്ത്യ പ്ലസ് ഫാമിലി സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.